ഗൗതം ഗംഭീർ ടീം ഇന്ത്യയുടെ കോച്ചായി ചുമതല ഏറ്റതോടെ ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ടെസ്റ്റുകളിൽ ഒന്നാവും ഇന്ത്യൻ ക്രിക്കറ്റിലെ T20 മത്സരങ്ങളിലെ അടുത്ത നായകൻ ആരാവും എന്ന സെലക്ഷൻ, ആരാവും എന്ന ആ ഒരു ചോദ്യം. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം T20 ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റനായി വെടിക്കെട്ട് ബാറ്ററും ലോക 1-ാം നമ്പർ T20 താരവുമായ സൂര്യകുമാർ യാദവിനെ നിയമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിനം മുതലാണ് പുറത്തുവരാൻ തുടങ്ങിയത്. നിലവിൽ നമുക്കറിയാം വൈറ്റ് ബോൾ ഫോർമാറ്റുകളിലെ വൈസ് ക്യാപ്റ്റൻ സ്റ്റാർ ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയാണ്. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ T20യിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം ഈ റോൾ ഏറ്റെടുക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. നേരത്തെ ഈ കഴിഞ്ഞ T20 ലോകകപ്പിൽ അടക്കം ഹാർദിക് പാണ്ഡ്യ ടീം ഇന്ത്യയെ നയിക്കും എന്നാണ് കരുതിയിരുന്നതെങ്കിലും സീനിയർ താരങ്ങളായ രോഹിത്തും കോഹ്ലിയും ഏതാണ്ട് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം T20 ഫോർമാറ്റിലേക്ക് തിരിച്ചെത്തുകയും രോഹിത് ശർമ്മ ക്യാപ്റ്റനായി ഇന്ത്യ കഴിഞ്ഞ T20 ലോകകപ്പിൽ കപ്പടിക്കുകയും ചെയ്തു. രോഹിത് ശർമ്മ T20യിൽ നിന്നും വിരമിച്ചേക്കുമെന്ന് കരുതി ആ സമയത്ത് മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ നായകനായി ഹാർദിക്കിനെ കഴിഞ്ഞ സീസണിൽ അവരോധിച്ചതും അത് വിവാദമായതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിത ട്വിസ്റ്റാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാർദിക് അല്ല, മറിച്ച് സൂര്യകുമാർ യാദവാണ് നായക സ്ഥാനത്തേക്ക് ഫേവറേറ്റ് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. പുതിയ കോച്ചായ ഗൗതം ഗംഭീർ കൂടുതലും പരിഗണിക്കുന്നത് ഹാർദിക്കിനേക്കാൾ സൂര്യയെ ക്യാപ്റ്റനാക്കാനാണത്രേ. T20യിലെ പുതിയ ക്യാപ്റ്റന്റെ കാര്യത്തിൽ മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറും സെലക്ഷൻ കമ്മിറ്റിയിലെ മറ്റുള്ളവരും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന് കഴിഞ്ഞ ദിനം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു താരമെന്ന നിലയിൽ ഹാർദിക്കിന്റെ പ്രകടനത്തെക്കുറിച്ചും നേതൃശേഷിയെക്കുറിച്ചും ആർക്കും എതിരഭിപ്രായമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളാണ് ഇപ്പോൾ ഉള്ളത്. നായകസ്ഥാനത്തേക്കുള്ള വരവിന് വില്ലനായിരിക്കുന്നതും അതുതന്നെയാണ് ഫിറ്റ്നസ്. ക്യാപ്റ്റൻസി വിഷയത്തെക്കുറിച്ച് സെലക്ഷൻ കമ്മിറ്റിയിലെ എല്ലാവരും ഒരേ അഭിപ്രായമുള്ളവരല്ല. ഹാർദിക്കിന്റെ ഫിറ്റ്നസ് ഒരു പ്രശ്നമാണ്. പക്ഷേ ഇന്ത്യയുടെ T20 ലോകകപ്പ് നേട്ടത്തിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചിരുന്നു. നമുക്കറിയാം, ആ ലാസ്റ്റ് ഓവറൊക്കെ അദ്ദേഹം മികച്ച രീതിയിൽ എറിഞ്ഞിരുന്നു. സൂര്യകുമാറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻസി ശൈലിയെക്കുറിച്ച് ടീമിൽ നിന്നും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ടീമിലുള്ളത്. എല്ലാവരും അദ്ദേഹത്തിന്റെ നേതൃശേഷിയെക്കുറിച്ച് നല്ല മതിപ്പാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഫിറ്റ്നസിന്റെ പുറത്ത് ഹാർദിക്കിനെ മാറ്റി സൂര്യയെ ക്യാപ്റ്റനാക്കിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഹാർദിക്കിന്റെ അഭാവത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷം 2 പരമ്പരകളിൽ സൂര്യകുമാർ യാദവ് ടീമിനെ നയിക്കുകയും ചെയ്തിരുന്നു. ഏകദിന ലോകകപ്പിന് പിന്നാലെ ഓസ്ട്രേലിയക്കെതിരെ നാട്ടിൽ നടന്ന T20 പരമ്പരയിലൂടെയാണ് ക്യാപ്റ്റനായി സൂര്യ അരങ്ങേറിയത്. ഓസീസിനെ തുരത്തുകയും ഈ പരമ്പര ഇന്ത്യ കൈക്കലാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന T20 പരമ്പരയിലും ഇന്ത്യയെ നയിച്ചത് സൂര്യകുമാർ യാദവാണ്. ഈ പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. നായകനായി 2 പരമ്പരകൾ സൂര്യ സ്വന്തമാക്കിയിരുന്നു. T20 ലോകകപ്പ് വിജയത്തിന് പിന്നാലെയാണ് സ്ഥിരം ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ഈ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ഒക്കെ വിരമിച്ചു. അവരുടെ വിരമിക്കൽ അത്ര പ്രശ്നമല്ലെങ്കിലും രോഹിത് ശർമ്മയുടെ വിരമിക്കൽ, അതിനുശേഷമാണ് ഈ ക്യാപ്റ്റൻസി റോളിലേക്ക് പുതിയൊരാളെ ഇന്ത്യക്ക് തിരയേണ്ടതായി വന്നിരിക്കുന്നത്. അപ്പോൾ ഹാർദിക്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്ഥിരമായി പരിക്കുകൾ വേട്ടയാടിയിട്ടുള്ള ഒരു കരിയറാണ് ഹാർദിക്കിന്റെ. നമുക്കറിയാം, ഒരുപാട് മത്സരങ്ങളും പരമ്പരകളും എല്ലാം ഈ പരിക്കിന്റെ കാരണത്താൽ അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഏകദിന ലോകകപ്പിനിടെ ബൗളിങ്ങിനിടെ ഹാർദിക്കിന് പരിക്കേൽക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് ടൂർണമെന്റിലെ ശേഷിച്ച മത്സരങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായും വന്നിരുന്നു. ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് T20യിൽ ഒരു സ്ഥിരം ക്യാപ്റ്റന്റെ പരിക്കുകൾ അധികമൊന്നും അലട്ടാത്ത ഒരു ക്യാപ്റ്റനെ വേണമെന്നും അത് സൂര്യയെ അങ്ങനെ രൂപത്തിൽ പരിഗണിക്കപ്പെടുന്നതും. ഇക്കഴിഞ്ഞ ലോകകപ്പിന് മുമ്പ് ഹാർദിക്കിന് പകരം ഒരാൾ ശരിക്കും ചിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല, ആരും ചിന്തിച്ചു പോലും ഉണ്ടായിരുന്നില്ല. കാരണം രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഹാർദിക് തന്നെ ക്യാപ്റ്റനാകും എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. നമുക്കറിയാം, IPLലും മികച്ച ക്യാപ്റ്റൻസിയാണ് ഹാർദിക് കാഴ്ചവെച്ചത്. 2 സീസണുകളിൽ ഗുജറാത്തിനെ നയിച്ച 2 സീസണുകളിൽ ഒരു തവണ കപ്പടിക്കുകയും മറ്റൊരു തവണ റണ്ണേഴ്സ് അപ്പ് ആവുകയും ചെയ്തു. പിന്നീട് മുംബൈയിലേക്ക് വന്നെങ്കിലും മുംബൈയുടെ കഴിഞ്ഞ സീസൺ നമുക്ക് മറക്കാം. എങ്കിൽ കൂടിയും ഹാർദിക് മികച്ചൊരു ക്യാപ്റ്റനാണെന്ന് തെളിയിക്കുന്ന 2 സീസണുകൾ ഗുജറാത്തിനൊപ്പം ഉണ്ടായിരുന്നു. 2022 ഓസ്ട്രേലിയയിൽ നടന്ന T20 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് വൻ പരാജയമേറ്റു വാങ്ങി ഇന്ത്യ പുറത്തായതിനു ശേഷമാണ് ഈ ഫോർമാറ്റിൽ നിന്നും ആ സമയത്ത് നായകനായിരുന്ന രോഹിത് ശർമ്മ അനിശ്ചിതമായി ബ്രേക്ക് എടുത്തത്. ഒരു വർഷത്തിലേറെ അദ്ദേഹം T20യിൽ കളിക്കുകയും ചെയ്തിരുന്നില്ല. ഈ കാലയളവിൽ കളിച്ചിട്ടുള്ള T20 പരമ്പരകളിലെല്ലാം ഇന്ത്യയെ നയിച്ചത് ഹാർദിക് ആയിരുന്നു. ഈ റോളിൽ അദ്ദേഹം തിളങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ വർഷത്തെ T20 ലോകകപ്പിലും ഹാർദിക് ആയിരിക്കും ടീമിനെ നയിക്കുകയെന്ന് കരുതിയിരുന്നെങ്കിലും അപ്രതീക്ഷിതമായിട്ടാണ് രോഹിത് ശർമ്മ ട്വിസ്റ്റോടുകൂടി ക്യാപ്റ്റനായത്. അങ്ങനെ ഹാർദിക്കിന് ക്യാപ്റ്റൻസി രോഹിത്തിന് തന്നെ നൽകേണ്ടി വന്നു. അതുപോലെ ഹാർദിക്കിന്റെ പരിക്കുകൾ വലിയൊരു വിഷയമായി, വില്ലനായി നിൽക്കുന്നുണ്ട്. അതിനൊപ്പം പകരക്കാരൻ ക്യാപ്റ്റനായ സൂര്യ തന്റെ ടീമിനെ നന്നായി നയിച്ചതും ഹാർദിക്കിന് മുന്നിൽ വില്ലനായി മാറുകയായിരുന്നു. ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിൽ സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കുന്ന കാര്യം പരിശീലകനായ ഗൗതം ഗംഭീർ ഹാർദിക് പാണ്ഡ്യയോട് വിശദീകരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ടീമുകളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഗംഭീറും അജിത് അഗാർക്കറും പാണ്ഡ്യയെ വിളിച്ചുകൊണ്ട് ക്യാപ്റ്റനെ മാറ്റുന്ന കാര്യം അറിയിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട്. താരങ്ങളുടെ ജോലിഭാരം കൈകാര്യം
കൈകാര്യം ചെയ്യുന്നതിനും ഈ തീരുമാനം ഉപകരിക്കുമെന്നാണ് ടീം മാനേജ്മെന്റിന്റെ നിലപാട്. അപ്പോൾ T20 ലോകകപ്പിന് ശേഷം ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ വിശ്രമത്തിലാണ്. ജന്മനാടായ വഡോദരയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാണ്ഡ്യക്ക് നൽകിയ സ്വീകരണത്തിൽ ഒരുപാട് ആരാധകർ ഒഴുകിയെത്തിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിൽ തന്നെയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കരിയറിന്റെ ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ക്യാപ്റ്റൻസി നഷ്ടമാവുക എന്നത് അദ്ദേഹത്തിന് ഒരു അടി തന്നെയാണ്. ഇതിനിടെ ഇന്ത്യൻ T20 ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിനെ നിയമിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമായിരിക്കെ ഈ നീക്കത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട്. പുതിയ കോച്ച് ഗംഭീറിന്റെ ഇടപെടലാണ് ഹാർദിക്കിന് പകരം സൂര്യ ക്യാപ്റ്റനായി വരുന്നതിന്റെ പിന്നിലെന്ന് ആരാധകർ ഈ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. T20യിൽ ഹാർദിക് സ്ഥിരം ക്യാപ്റ്റനായാൽ ടീമിന് മേൽ ഗംഭീറിന്റെ ഏകാധിപത്യം നടക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവരുടെ വിമർശനം. ഹാർദിക് പാണ്ഡ്യ വളരെയധികം തന്റേടവും വ്യക്തിത്വവുമുള്ള ക്രിക്കറ്ററാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യൻ T20 ടീമിന്റെ നായകസ്ഥാനത്തേക്ക് വന്നാൽ അത് കോച്ച് ഗൗതം ഗംഭീറിന് വലിയ ക്ഷീണമായി മാറും. ഹാർദിക്കിന്റെ വ്യക്തിപ്രഭാവവും ശക്തമായ നിലപാടുകളും കാരണം ഗംഭീറിന് ടീമിന്റെ മേലുള്ള ആധിപത്യം നേടാനും വൺ മാൻ ഷോ കാണിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് വെറുമൊരു പാവയായ സൂര്യകുമാർ യാദവിനെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. സൂര്യയേക്കാൾ വലിയ മാച്ച് വിന്നർ തന്നെയാണ് ഹാർദിക്. ടീമിനെ വളരെ മികച്ച രീതിയിൽ നയിക്കാൻ തനിക്കാവുമെന്ന് അദ്ദേഹം ഇതിനകം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ആരാധകർ പറയുന്നത്. അപ്പോൾ തീർച്ചയായും സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കുകയും ഹാർദിക് പാണ്ഡ്യയെ തഴയുകയും ചെയ്യുകയാണെങ്കിൽ ഗൗതം ഗംഭീറിന്റെ കീഴിലുള്ള ഗൗതം ഗംഭീർ കോച്ചായതിനു ശേഷമുള്ള ഏറ്റവും വലിയ വാർത്തകളിൽ ഒന്ന് തന്നെയായിരിക്കും അത്.